പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നാമമായിട്ട് ബന്ധപ്പെട്ടു. Why? എന്തുകൊണ്ട്? God is mature. അതെ, അവൻ നാം പക്വതയിലേക്ക്, ദൈവം പക്വതയുള്ളവനാണ്. God is productive. ദൈവം ഫലം പുറപ്പെടുവിക്കുന്നവനാണ്. So he can network. അതുകൊണ്ട് ദൈവത്തിന് അന്യോന്യം ബന്ധപ്പെടുത്തുവാൻ കഴിയും. The reason why Christians hate each other, fight each other, is because we are not mature. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അന്യോന്യം പോരാടുന്നത്, അന്യോന്യം യുദ്ധം ചെയ്യുന്ന കാരണം ക്രിസ്ത്യാനികൾ പക്വതയിലേക്ക് വളരുന്നില്ല. It's because we are not productive. നാം ഫലം പുറപ്പെടുവിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? We have an identity problem. നമുക്ക് ഒരു വ്യക്തിത്വ പ്രശ്നമുണ്ട്. Because we are not learning the ways of Christ. യേശുവിന്റെ വഴികളെ നാം പഠിക്കുന്നില്ല. So if chapter 3, the chapter of learning, is a problem, chapter 4, identity, will be a problem. Then there will be no maturity, chapter 5. And no maturity, no production. We will not be productive. We will not reflect the nature of God on earth. We will not do the things Jesus wants us to do. And when we are not productive, we hate each other. We are jealous of each other. We cannot work together. So if chapter 7 has a problem, it's because of chapter 6. If chapter 6 has a problem, it's because of chapter 5. If chapter 5 has a problem, it's because of chapter 4. If chapter 4 has a problem, it's because of chapter 3. അധ്യായം 7 പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണം അധ്യായം 6 അധ്യായം 6 പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണം അധ്യായം 5 അധ്യായം 5 പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കാരണം അധ്യായം 4 പിന്നെ അധ്യായത്തിൽ 3 പ്രശ്നമുണ്ട്. കാരണം നാം പഠിക്കുന്നില്ല എങ്കിൽ പക്വതയിലേക്ക് വളരുവാൻ കഴിയുകയില്ല. പക്വതയിലേക്ക് വളരുന്നില്ല എങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ നമുക്ക് പക്വതയിലേക്ക് വളരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ ഓരോ അധ്യായം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. India, ഭാരതം, ആഫ്രിക്ക. Children are eating. രണ്ട് രാജ്യത്തിലെയും കുട്ടികൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. In one bowl. ഒരു പാത്രത്തിൽ നിന്ന്, one big bowl. ഒരു വലിയ പാത്രത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾ, 6 children, 6 കുട്ടികൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. are eating from that bowl. ആ വലിയ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. They have different age. അവരെ വ്യത്യസ്ത പ്രായമുള്ളവരാ. Different size of hand. അവർക്ക് വ്യത്യസ്തമായ കരങ്ങളുണ്ട്. Different shape of mouth. അവരുടെ ആഹാരം വ്യത്യസ്തമാണ്. Eating one food. ഒരാഹാരം in one bowl. ഒരു പാത്രത്തിൽ നിന്ന്. What will happen? എന്ത് സംഭവിക്കും? Those with big hands can get more food. വലിയ കൈപ്പാദങ്ങളുള്ളവർക്ക് കൂടുതൽ ആഹാരം കഴിക്കാൻ കഴിയും. Whilst they are eating, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ one person is praying, God, let him choke. Let this one choke. Yes, ഇവൻ കഴിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ, കർത്താവ് ഈ മനുഷ്യൻ തമാശ പറയട്ടെ. If somebody go the other person, thank you Jesus. മറ്റൊരു മനുഷ്യന്റെ വേദനയോടെ വല്ലതൊക്കെ പറയുകയാണെങ്കിൽ അവൻ പറയും, അതെ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. So at chapter 3, the chapter of learning, that is what the child saw. Survival of the fittest. You have somebody's downfall becomes your success. So such a person in chapter 4, that is the identity he has. He will be born again, spirit filled. But that is the mentality. Now at chapter 5, how is he going to mature? His maturity is how fast he can get an opportunity against the others. Chapter 6, what is going to happen? When he's productive, his production is against somebody's production. He needs to make sure somebody goes down before he comes up. So he's born again, spirit filled, but because chapter 3 is wrong, it will affect every area of his life. And that is the problem we have. നിങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ശരിയായി പഠിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി നിങ്ങൾ ഉന്നതരായി തീരുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ബലവാന്മാര് അവരെ കൈയടക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ശരിയായി പഠിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പക്വതയിലേക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുമ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തി അവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് നീ ഉന്നതനാകുവാൻ ശ്രമിക്കുന്നു. അതുമൂലം നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. So if an Indian's company will grow, somebody's company must fall, must be destroyed. If somebody's company goes down, then his company grows. That is how we perceive success.
Why? Because at the chapter of learning, there was a problem. Wrong perception. നമ്മുടെ വീക്ഷണം തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വലിയൊരു കമ്പനി നടത്തുന്നയാള് അദ്ദേഹത്തിന് ജയം വേണമെങ്കിൽ, അദ്ദേഹത്തിന്റെ കമ്പനി പുരോഗമിക്കണമെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന മറ്റൊരുത്തന്റെ കമ്പനി അധപ്പതിക്കണം, അത് തകരണം, അത് പൊട്ടണം, അത് പൊട്ടിയെങ്കിൽ മാത്രമേ എന്റെ കമ്പനി വളരുകയുള്ളൂ. ഈ ചിന്താഗതിയാ നമുക്കുള്ളത്. ഈ ചിന്താഗതിയുടെ പ്രശ്നം പഠനത്തിന്റെ പ്രശ്നമാണ്. ശരിയായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. I'm a fastest growing church in the city. Fastest growing church means other churches are collapsing. People are leaving other churches to his church. That makes him the fastest growing church. ഈ പട്ടണത്തിലെ അതിവേഗം വളരുന്ന സഭ എന്റേതാണെന്ന് ചിലർ പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മറ്റു സഭകളിലുള്ളതായ ആടുകളെല്ലാം എന്റെ സഭയിലേക്ക് വരണം, അവിടുത്തെ ആത്മാക്കളെല്ലാം എന്റെ സഭയിലേക്ക് വരുമ്പോൾ എന്റെ സഭ ഇങ്ങനെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണോ ശരിയായ വളർച്ച? So we cannot network. അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല. അന്യോന്യം No. ബന്ധപ്പെടുന്നില്ല. So if no networking, number 8, success. No success. അന്യോന്യം ബന്ധപ്പെടുന്നില്ല എങ്കിൽ വിജയം കാണുവാൻ കഴിയുന്നതല്ല. Until the Creator started working with humanity, until God became flesh and dwelt among us, he was not seeing his vision for the world fulfilled. He couldn't see people changed. That was his vision. He was not successful until he became flesh and dwelled among us and walked with us. And the Bible says we beheld his glory, the glory of only God, the begotten of the Father. We beheld his glory because he networked. He reached out to us. കർത്താവ് ജഡാവതാരം ധരിച്ച് ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് കാരണം ആളുകളെ ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവൻ ജഡാവതാരം ധരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ജയം കാണുവാൻ കഴിയുകയില്ലായിരുന്നു, നാം വിജയിക്കില്ലായിരുന്നു. നാം വിജയിക്കുവാനുള്ള കാരണം യേശുക്രിസ്തു ജഡാവതാരം ധരിച്ച് നാമുമായിട്ട് ബന്ധപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, അവൻ ജഡത്തിൽ വന്നു, നാം അവന്റെ മഹത്വം കണ്ടു. അവന്റെ മഹത്വം ജനം ദർശിക്കുവാനിടയായി. കാരണം അവൻ ജഡത്തിൽ വന്ന് മനുഷ്യനുമായി ബന്ധപ്പെടുവാനിടയായി. I'm born, ഞാൻ ജനിച്ചു from eternity. നിത്യതയിൽ നിന്ന്. I'm learning, ഞാൻ പഠിക്കുന്നു. identity. വ്യക്തിത്വം. I'm maturing, ഞാനിപ്പോൾ പക്വതയിലേക്ക് വളരുന്നു. I'm productive, ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നു. I'm networking. ഞാൻ അന്യോന്യം ബന്ധപ്പെടുന്നു. Then success. വിജയം. Success. വിജയം. Number 9. 9. You remember trials. അതെ, പരിശോധനകൾ. Those that go through trials are successful people. When you read the newspapers, those that people write against all the time are those who are doing something. അതെ, നിങ്ങൾ പരിശോധനകൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിജയിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ പത്രങ്ങൾ ആരെങ്കിലും ഒക്കെ എഴുതുകയാണെങ്കിൽ അവരെന്തോ തെറ്റ് ചെയ്യുകയാണ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. Ministries that are being criticized all the time are ministries that are making strides. നിങ്ങളുടെ ശുശ്രൂഷയെ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ പരിശോധനയിലൂടെ പോകുകയാണ്. അവര് നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുകയാണ്. Jesus was successful before the cross. He was successful. Everybody knew him, very famous, and every TV show, radio show, he's on every magazine, successful. The Father says, get ready for number 9, trials, the cross. യേശുക്രിസ്തു ക്രൂശിതനാകുന്നതിന് മുമ്പ് അവൻ വിജയിക്കുന്നവനായിരുന്നു. അവനെ കുറിച്ച് ആളുകൾ എല്ലാം അറിഞ്ഞിരുന്നു. എല്ലാ TV ചാനലിലും അവനുണ്ട്, എല്ലാ റേഡിയോ പ്രഭാഷണത്തിലും യേശുവിന്റെ നാമമുണ്ട്, പേരുണ്ട്. അവനെ ജനം മുഴുവൻ അറിഞ്ഞിരുന്നു. അവൻ വിജയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞു, നീ ക്രൂശിതനാകുവാൻ ഒരുങ്ങുക, ക്രൂശ് നിന്റെ മുമ്പിലുണ്ട്, നീ ഒരു പരിശോധനയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. So when things are going well for you, when things are going well, don't forget number 9 is coming. You don't lose your friends. You don't stop praying. You don't stop fasting. You don't stop loving people. You don't stop humbling yourself. Why? Because number 9 is coming. You're going to need Peter. You're going to need John. You're going to need James. You don't throw away your friends. When things are going well for you, remember number